Hi everyone, welcome to the online course Statistics for Data Analysis. ആദ്യം തന്നെ എൻ്റെ പേര് പവിത്ര. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസിലെ MSc ഡാറ്റ സയൻസ് വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ ഓൺലൈൻ കോഴ്സായ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡാറ്റ അനാലിസിസിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്സ് ആണ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. വേരിയബിൾസ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വേരിയബിൾസ്. വേരിയബിൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ഡാറ്റ റിലേറ്റഡ് കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റ മെഷേഴ്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റയിലെ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഇതുപോലെ ഡാറ്റ റിലേറ്റഡ് കാര്യങ്ങൾ ആണല്ലോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഒരു പേഴ്സണിനെ അല്ലെങ്കിൽ ഒരു പ്ലേസിനെ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡാറ്റാസ് ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ആട്രിബ്യൂട്ടിനെ, ആ ക്യാരക്ടറിസ്റ്റിക്കിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾസ്. നമുക്ക് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഏതൊരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്പർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്, അതിനെയൊക്കെ നമുക്ക് വേരിയബിൾസ് എന്ന് വിളിക്കാം. വേരിയബിൾസിന് എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേഴ്സൻ്റെ ഹൈറ്റ്, ഒരു പേഴ്സൻ്റെ വെയിറ്റ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി, ഇതൊക്കെയാണ് വേരിയബിൾസിന് എക്സാമ്പിൾസ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ വേരിയബിൾസിനെ രണ്ട് രീതിയിൽ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ അതൊരു ക്വാളിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഒരു ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ആകുമ്പോൾ ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെ മെഷർ ചെയ്തെടുക്കുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിനെ എഗെയിൻ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. ഒരു മെഷറിംഗ് സ്കെയിലിൽ, ഒരു കോമൺ മെഷറിംഗ് സ്കെയിലിലെ എല്ലാ പോയിൻറ്റ്സും എടുക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കും. ആ തീരുമാനത്തിൻ്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ ബേസിസിലാണ് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ ആ ന്യൂമറിക്കൽ സ്കെയിലിലെ സ്പെസിഫിക് പോയിൻറ്റ്സ് മാത്രം സെലക്ട് ചെയ്ത് പിക്ക് ചെയ്തെടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നു ഒരു ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ വാല്യൂസിനെ പറയുന്നത്, അങ്ങനത്തെ വേരിയബിൾസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിൾസിന് എക്സാമ്പിൾ വന്നിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് അതെപ്പോഴും ഒരു 30 അല്ലെങ്കിൽ 35 അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉള്ളൂ, അല്ലാണ്ട് 30.5, 30.6 അങ്ങനെ ഡെസിമൽ വാല്യൂസ് വരാൻ ചാൻസ് ഇല്ല. എപ്പോഴും ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ഒരു കൗണ്ടിങ് പ്രോസസ്സിന് റിസൾട്ടായിട്ട് കിട്ടുന്നതാണ് ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ. സോ അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി അതെപ്പോഴും ഒരു 4 അല്ലെങ്കിൽ 5, അല്ലാതെ ഒരിക്കലും 4.5 അങ്ങനെ ഡെസിമൽ വാല്യൂ വരില്ല. സോ അങ്ങനത്തെ വേരിയബിൾസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. ദെൻ കണ്ടിന്യൂസ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിൾ ആകുമ്പോൾ ഒരു ന്യൂമറിക്കൽ സ്കെയിലിലെ എല്ലാ പോയിൻറ്റ്സും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഒരു ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ്, ഒരു പേഴ്സൻ്റെ ഹൈറ്റ് അത് നമുക്ക് വേണമെങ്കിൽ 140 അല്ലെങ്കിൽ 140.something, 140.2 ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 140.002 ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു ഡെസിമൽ വാല്യൂ വെച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഒരു സ്കെയിലിൽ, ഒരു ന്യൂമറിക്കൽ സ്കെയിലിൽ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ്, ഒരു മൈന്യൂട്ട് പോയിൻറ്റ് നമ്മളവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ മെഷേഴ്സിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിൾ എപ്പോഴും ഒരു മെഷറിംഗ് പ്രോസസ്സിന് റിസൾട്ടായിട്ടാണ് കിട്ടുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്സ്. 4 ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്സ് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ: നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവെൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. ഇതിൽ നോമിനലും ഓർഡിനലും ക്വാളിറ്റേറ്റീവ് വേരിയബിളും ഇൻ്റർവെല്ലും റേഷ്യോയും ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളുമാണ്. നമുക്ക് ഈ എല്ലാ വേരിയബിൾസും 1 by 1 ആയിട്ട് താഴത്തോട്ട് നോക്കാം. ആദ്യം തന്നെ ടൈപ്സ് ഓഫ് വേരിയബിൾസ്. ടൈപ്സ് ഓഫ് വേരിയബിൾസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ടൈപ്പ് ഉണ്ട്: ക്വാളിറ്റേറ്റീവ് വേരിയബിളും ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളും. ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആകുമ്പോൾ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് കാറ്റഗറിക്കൽ വേരിയബിൾ. കാറ്റഗറിക്കൽ വേരിയബിൾ എപ്പോഴും ഒരു ഡാറ്റ പോയിൻറ്റിനെ സർട്ടൻ കാറ്റഗറീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്: നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ടോ? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് 2 രീതിക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ: ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. അങ്ങനത്തെ 2 കാറ്റഗറി മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ തന്നെ കാറ്റഗറിക്കൽ വേരിയബിൾ വന്നിട്ട് ഡാറ്റ പോയിൻറ്റ്സിനെ സർട്ടൻ കാറ്റഗറൈസ് ചെയ്യുന്നത് മാത്രമല്ല, ആ ഡാറ്റ സെറ്റിനെ, ഡാറ്റ വാല്യൂസിനെ ഇത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലോട്ട് ഇടുകയും ചെയ്യുന്നുണ്ട്.
സോ അപ്പോൾ അതാണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ അല്ലെങ്കിൽ കാറ്റഗറിക്കൽ വേരിയബിൾ. ക്വാളിറ്റേറ്റീവ് വേരിയബിളിന് എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മുടെ ഒരു ഹെയർ കളറാണ് നമ്മൾ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാക്ക് ഹെയർ ഉണ്ടാകും, അല്ലെങ്കിൽ ബ്രൗൺ ഹെയർ ഉണ്ടാകും, അല്ലെങ്കിൽ റെഡ് ഹെയർ ഉണ്ടാകും. ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഹെയർ ഉണ്ടാകും. അങ്ങനത്തെ ഓരോ കാറ്റഗറി അവിടെ റെലവൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനത്തെ വേരിയബിളിനെയാണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുന്നത്. ശരിക്കും ക്വാളിറ്റേറ്റീവ് വേരിയബിളിൽ ഒരു ക്വാളിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ന്യൂമറിക്കൽ വേരിയബിളാണ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ന്യൂമറിക്കൽ വേരിയബിൾ. ഇവിടെ ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഡാറ്റയെ അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ആ ന്യൂമറിക്കൽ വാല്യൂവിന് അല്ലെങ്കിൽ ആ ന്യൂമറിക്കൽ വേരിയബിളിന് പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, ആ മാഗ്നിറ്റ്യൂഡിന് ഒരു മീനിങ് ഉണ്ട്. അതാണ് ന്യൂമറിക്കൽ വേരിയബിൾ. അതിന് എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേഴ്സൻ്റെ ഏജ് നമ്മൾ 40 എന്നും അല്ലെങ്കിൽ 41 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ന്യൂമറിക്കലിന് അല്ലെങ്കിൽ ആ ന്യൂമറിക്കൽ വാല്യൂവിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. അതാണ് ന്യൂമറിക്കൽ വാല്യൂ. വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ അടുത്ത ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ 4 ലെവൽസ് ഓഫ് മെഷർമെൻ്റ് ഉണ്ട്. അതിലാദ്യത്തെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെവലുമാണ് നോമിനൽ സ്കെയിൽ. നോമിനൽ സ്കെയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഡാറ്റയെ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് അതിന് ഓരോ ലേബൽ കൊടുത്ത് ആ കാറ്റഗറിയെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നോമിനൽ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഓണർഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടോ ഇല്ലയോ എന്ന്, യെസ് ഓർ നോ, ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ യെസ്സും നോയും തമ്മിൽ ഒരു ഡിഫറൻസ് ഇല്ല. യെസ് ആയാലും നോ ആയാലും ഇറ്റ്സ് ഈക്വൽ, രണ്ടും ഈക്വലി ലൈക്ലി ആണ്. അവിടെ ഒരു പർട്ടിക്കുലർ റാങ്കിങ് വരുന്നില്ല രണ്ട് ആൻസറും തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് കാറ്റഗറിയും തമ്മിൽ ഒരു പർട്ടിക്കുലർ ഡിഫറൻസ് വരുന്നില്ല, റാങ്കിങ് വരുന്നില്ല. ഇങ്ങനത്തെ ഡാറ്റയെ വേരിയബിൾസിനെ വിളിക്കുന്ന പേരാണ് നോമിനൽ സ്കെയിൽ ഓഫ് ഡാറ്റ. അതിന് വേറൊരു എക്സാമ്പിളാണ് എംപ്ലോയ്മെൻറ്റ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ യൂഷ്വലി സർവീസിൽ കാണുന്നൊരു ക്വസ്റ്റ്യനാണ് ഓക്യുപ്പേഷൻ എന്താ, എംപ്ലോയ്മെൻറ്റ് എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനത്തെ എംപ്ലോയ്മെൻറ്റിനെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ടീച്ചറാണ്, കൺസ്ട്രക്ഷൻ വർക്കറാണ്, മാനുഫാക്ചറിങ് വർക്കറാണെന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ നമ്മൾ ഓരോ ലേബിൾസ് കൊടുക്കുകയാണ്, 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ ലേബിൾസ് കൊടുത്തിട്ട് ആ സർവേ ഫോം ഫില്ല് ചെയ്യുന്ന ആൾക്ക് നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ആ ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ്. അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതാണ്ട് 1 എന്ന് മാത്രം കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ടീച്ചറായാലും കൺസ്ട്രക്ഷൻ വർക്കറായാലും, അതായത് ഇപ്പോൾ 1 ആയാലും 2 ആയാലും ഇത് തമ്മിലൊരു ഡിഫറൻസ് ഇല്ല. ഇതെല്ലാം ഇക്വിഡിസ്റ്റൻ്റ് ആണ്. പക്ഷേ ഓരോന്നും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ലേബിൾസ് കൊടുത്ത് അതിനെ അസൈൻ ചെയ്യുന്നു. വേറൊരു എക്സാമ്പിളാണ് എത്നിസിറ്റി. അതിന് കാറ്റഗറീസ് നോക്കിക്കഴിഞ്ഞാൽ നേറ്റീവാണ്, ഏഷ്യനാണ്, ബ്ലാക്ക്, വൈറ്റ്, ഹിസ്പാനിക്, ഇതിനെല്ലാം നമ്മൾ ഓരോ ലേബിൾസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ലേബിൾസ് എല്ലാം ഈക്വലി ലൈക്ലി ആണ്. പക്ഷേ ഈ ലേബിൾസ് തമ്മിലൊരു റാങ്കിങ് ഇല്ല. ദെൻ അടുത്തത് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ അത് നോമിനൽ സ്കെയിൽ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ റാങ്കിങ് അസൈൻ ചെയ്യുന്നുണ്ട്. ഓരോ കാറ്റഗറിക്കും കൊടുക്കുന്ന റെപ്രസെൻറ്റിങ് വാല്യൂവിന് ഒരു റാങ്കിങ് അസൈൻ ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ നമുക്ക് ഒരു കോളേജിലെ ഫാക്കൽറ്റി റാങ്കിങ് നോക്കാം. ഫാക്കൽറ്റി റാങ്കിങ് നോക്കുമ്പോഴത്തേനും അവിടെ ആദ്യം പ്രൊഫസർ ഉണ്ടാകും, ദെൻ അസോസിയേറ്റഡ് പ്രൊഫസർ ഉണ്ടാകും, പിന്നെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഉണ്ടാകും, പിന്നെ ഇൻസ്ട്രക്ടർ ഉണ്ടാകും. ഇവിടെയൊക്കെ നമ്മൾ ആ ഡാറ്റയെ ഓരോ കാറ്റഗറിയായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊഫസർ എന്നും പറഞ്ഞ്, അസോസിയേറ്റ് പ്രൊഫസർ എന്നും പറഞ്ഞ് ഒക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് കൊടുക്കുന്ന ഒരു ലേബലും ഉണ്ട്. പക്ഷേ ഒരു റാങ്കിങ് കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുകയാണ്. നോമിനൽ സ്കെയിലിൻ്റെ കൂടെ ഒരു റാങ്കിങ് കൂടെ കൊടുക്കുകയാണ്. റാങ്കിങ് കൊടുക്കുമ്പോഴത്തേനും പ്രൊഫസറാണ് ആദ്യത്തെ ഏറ്റവും തലപ്പത്തുള്ള ആൾ. ദെൻ പിന്നെ അതിന് താഴെ അസോസിയേറ്റ് പ്രൊഫസർ വരുന്നുണ്ട്, പിന്നെ അതിന് തൊട്ട് താഴെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ വരുന്നുണ്ട്, അതിന് താഴെയാണ് ഇൻസ്ട്രക്ടർ. അവിടെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ പോലും ഈ ഒരു ഓർഡറിലായിരിക്കും എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേഡ്സ് അസൈൻഡ് ഇൻ ആൻ എക്സാം.
എ ബി സി ഡി എഫ്. ഹയർ ദാൻ മോർ ദാൻ 90 ആണെങ്കിൽ എയും, മോർ ദാൻ 80 ആണെങ്കിൽ ബിയും, മോർ ദാൻ 70 ആണെങ്കിൽ സി. ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ മോർ ദാൻ 90 ആകുമ്പോൾ ആ പർട്ടിക്കുലർ ഗ്യാപ്പിൽ മാർക്ക് ഇടുന്ന സ്റ്റുഡൻസിന് ഒരു പ്രത്യേക വാല്യൂ ഉണ്ടാവും, അവർക്ക് നല്ല മാർക്ക് എടുത്ത കുട്ടികൾ. പിന്നെ അതിന് തൊട്ട് താഴെ, ഇങ്ങനെ ഒരു റാങ്കിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഡാറ്റ ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓർഡിനൽ സ്കെയിൽ. പ്രത്യേക റാങ്കിങ് കൊടുത്ത് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ. നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ പൊസിഷൻസ്, ആ പൊസിഷൻസും അതുപോലെയാണ്. ആദ്യം പ്രസിഡൻറ്റ്, ദെൻ വൈസ് പ്രസിഡൻറ്റ്, പിന്നെ പ്ലാൻ മാനേജർ, ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർവൈസർ, എംപ്ലോയി. ഇവരൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്നത് മാത്രമല്ല, ഇവർക്കൊക്കെ ഒരു റാങ്കിങ് കൂടെ ഉണ്ട്. ദെൻ അടുത്ത ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്സ് ആണ് ഇൻ്റർവൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. ഇൻ്റർവൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ സ്കെയിൽ നമ്മൾ എടുത്തിട്ട് ആ സ്കെയിലിലെ 2 വാല്യൂസ്, ഏതെങ്കിലും 2 പോയിൻറ്റ്സ് നമ്മൾ എടുക്കുകയാണ്. ആ ഏതൊക്കെ 2 പോയിൻ്റ് എടുത്താലും ആ 2 പോയിൻ്റ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. ആ മെഷർമെൻറ്റ്, ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് ഒരു മീനിങ് ഫുൾ ക്വാണ്ടിറ്റി ആയിരിക്കും. മാത്രമല്ല ആ ഡിഫറൻസ് ഏതൊക്കെ 2 പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും, ഈക്വി ഡിസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ഇൻ്റർവൽ സ്കെയിൽ. അവിടെ ഒരു ട്രൂ 0 പോയിൻ്റ് ഉണ്ടാവില്ല. പകരം റേഷ്യോ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ, റേഷ്യോ സ്കെയിൽ ഇൻ്റർവൽ സ്കെയിൽ പോലെ തന്നെയാണ്. ഒരു ഓർഡർ സ്കെയിലിലെ 2 മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ മെഷർമെൻറ്റ്, ഏതെങ്കിലും 2 മെഷർമെൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. പോരാഞ്ഞിട്ട് അവിടെ ഒരു ട്രൂ 0 പോയിൻ്റ് ഉണ്ടായിരിക്കും. അവിടെ ഒരു അബ്സല്യൂട്ട് 0 ഉണ്ടാകും. ആ 0 പോയിൻ്റിൽ നിന്നാണ് അവിടെ മെഷർ ചെയ്യാൻ തുടങ്ങുന്നത്. അതാണ് ആ 0 പോയിൻ്റ് ഉള്ളതും ഇല്ലാത്തതുമാണ് റേഷ്യോ സ്കെയിലിൻ്റെയും ഇൻ്റർവൽ സ്കെയിലിൻ്റെയും ഡിഫറൻസ്. നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇൻ്റർവൽ സ്കെയിലിന് ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ക്ലോക്ക്. നമ്മുടെ വാൾ ക്ലോക്കിൽ നമ്മൾ കുറേ നമ്പേഴ്സ് കാണുന്നുണ്ട്. ഈ നമ്പേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 1 o'clock 2 o'clock അല്ലെങ്കിൽ 3 o'clock 4 o'clock ഈ രണ്ട് ഡാറ്റാ സെറ്റ്, ഈ 2 പോയിൻറ്റും തമ്മിലുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ഒരു വാൾ ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലോക്കിലെ 2 പോയിൻ്റ്, ഇപ്പോൾ 1 o'clock 2 o'clock, ദെൻ പിന്നെ 3 o'clock 4 o'clock, ഈ 2 പോയിൻ്റ് തമ്മിലുള്ള ഈ 2 പോയിൻറ്റും ഇക്വി ഡിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഡിഫറൻസ് മെഷറബിളുമാണ്. ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർവൽ സ്കെയിൽ. ദെൻ ഒരു റേഷ്യോ സ്കെയിലിന് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, യൂഷ്വലി ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു സർവേ ഒക്കെ ഉണ്ടാകും. അവരുടെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള ഓരോ അഭിപ്രായം നോക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അവർ ഇതെടുക്കാറുണ്ട്, ക്വസ്റ്റ്യനെയേഴ്സ് അല്ലെങ്കിൽ സർവേസ്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ യൂഷ്വലി അപ്പിയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഒരു പേഴ്സൺ എത്ര ടൈം ഒരു ഇൻ്റർനെറ്റിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. അത് ലെസ് ദാൻ 2 hours ആവാം, 3 to 4 hours ആവാം, 4 to 5 hours ആവാം, അല്ലെങ്കിൽ മോർ ദാൻ 5 hours ആവാം. ഈ എല്ലാ സെറ്റും തമ്മിൽ, എല്ലാ ഡാറ്റ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്, ഇക്വി ഡിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റാർട്ട്സ് ഫ്രം എ 0 സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് റേഷ്യോ സ്കെയിലിന് എക്സാമ്പിൾ. ദെൻ നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇൻ്റർവെലിന് ആൻഡ് റേഷ്യോ സ്കെയിൽസിന്. ടെമ്പറേച്ചറാണ് ഇൻ്റർവെൽ സ്കെയിലിലെ ഏറ്റവും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയാം. ടെമ്പറേച്ചർ നമുക്ക് മൈനസിലും നമ്മൾ മൈനസിലും എക്സ്പ്രസ് ചെയ്യാറുണ്ട്, പ്ലസിലും എക്സ്പ്രസ് ചെയ്യാറുണ്ട്, പോസിറ്റീവ് വാല്യൂസും ഉണ്ട്. സോ ടെമ്പറേച്ചർ, ദെൻ സ്റ്റാൻഡേർഡൈസ്ഡ് എക്സാം സ്കോർസ്, നമ്മൾ വലിയ എക്സാംസ് ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ സ്കോർസും അതും ഇൻ്റർവൽ സ്കെയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേസമയം റേഷ്യോ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഹൈറ്റ്, വെയ്റ്റ്, ഏജ്, സാലറി ഇതെല്ലാം തന്നെ ഒരു റേഷ്യോ സ്കെയിലിന് എക്സാമ്പിൾസ് ആണ്. ഹൈറ്റും വെയ്റ്റും ഒക്കെ നമ്മൾ മെഷർ ചെയ്യാൻ തുടങ്ങുന്നത് ഒരു അബ്സല്യൂട്ട് 0 പോയിൻറ്റിൽ നിന്നാണ്. ആ 0 പോയിൻറ്റ് ഒരു ഒറിജിനായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 0 പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് റേഷ്യോ സ്കെയിലിൻ്റെ ഫീച്ചർ. ഇൻ്റർവൽ സ്കെയിലിൽ നിന്ന് റേഷ്യോ സ്കെയിലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഒരു അബ്സല്യൂട്ട് 0 ഉണ്ടാവും. മെഷർ ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഒരു അബ്സല്യൂട്ട് 0 അവിടെ ഉണ്ടാവും. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു എവരിവൺ.